എന്നിട്ടും ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ചൈന എത്തിയതിന്റെ കാരണം എന്തായിരിക്കുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതിലേക്ക് കടക്കുന്നതിന് മുൻപ് ചൈനയുടെ പുതിയ ആയുധത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ചൈന സ്റ്റേറ്റ് ഷിപ്പ് ബിൽഡിംഗ് കോർപ്പറേഷന് കീഴിലുള്ള ഗവേഷണ കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞരാണ് ഈ ആയുധം വികസിപ്പിച്ചെടുത്തത്. പരമ്പരാഗത ഹൈഡ്രജൻ ബോംബുകളെ അപേക്ഷിച്ച് സ്ഫോടനത്തിന് ആണവോർജ്ജത്തിന് പകരം മാഗ്നീഷ്യം ഹൈഡ്രേറ്റ് എന്ന രാസവസ്തുവാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. വാതകാവസ്ഥയിൽ സംഭരിക്കുന്നതിനേക്കാൾ കൂടുതൽ അളവിൽ ഹൈഡ്രജൻ സംഭരിക്കാനുള്ള ശേഷി മാഗ്നീഷ്യം ഹൈഡ്രേറ്റിനുണ്ട് എന്നാണ് ഗവേഷകർ പറയുന്നത്. ബോംബ് ഡിറ്റനേറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഇതിലെ മാഗ്നീഷ്യം ഹൈഡ്രേറ്റ് വളരെ പെട്ടെന്ന് വിഘടിക്കാൻ തുടങ്ങും. ഇങ്ങനെ ചെയ്യുമ്പോൾ അതിഭീമമായ താപം ഉൽപ്പാദിപ്പിക്കുന്നതിനോടൊപ്പം രാസപ്രവർത്തനത്തിന്റെ ഉപഫലമായി ഹൈഡ്രജൻ വാതകവും പുറത്തുവരും. ഇങ്ങനെ പുറത്തുവരുന്ന ഹൈഡ്രജൻ വാതകത്തിന് തീ പിടിക്കുന്നതോടെ താപം അതിഭീമമായി വർദ്ധിക്കുകയും 1000 ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് ഉയരുകയും ചെയ്യും. ബോംബ് ഡിറ്റനേറ്റ് ചെയ്ത് വെറും 2 സെക്കൻഡിനുള്ളിൽ ഇത്രയും കാര്യങ്ങൾ സംഭവിക്കുമെന്നതാണ് ഇതിനെ അപകടകാരിയാക്കി മാറ്റുന്നത്. TNT സ്ഫോടനത്തെക്കാൾ 15 മടങ്ങ് അപകടകാരിയാണ് ചൈനയുടെ ഈ പുതിയ ബോംബ്. ബോംബ് സ്ഫോടനത്തിലൂടെ പുറത്തുവരുന്ന അതിഭീമമായ താപത്തിൽ അലൂമിനിയം പോലുള്ള ലോഹങ്ങളൊക്കെ ഉരുകിയൊലിക്കും. ചുറ്റുപാടുമുള്ള സ്ഥലങ്ങൾ കത്തിയെരിയുകയും ചെയ്യും. 2 കിലോ ഭാരം വരുന്ന ബോംബാണ് ഗവേഷകർ ഇപ്പോൾ വികസിപ്പിച്ചെടുത്തിട്ടുള്ളത്. പരീക്ഷണത്തിൽ നിയന്ത്രിത സ്ഫോടനമാണ് ഗവേഷകർ നടത്തിയതും. മാഗ്നീഷ്യം ഹൈഡ്രേറ്റ് സ്ഫോടനത്തിൽ ചെറുതരികളായി മാറുകയാണ്. അന്തരീക്ഷവുമായി പ്രതിപ്രവർത്തിച്ച് ചൂട് പിടിക്കുകയും തുടർന്ന് ഇവയിൽ നിന്ന് ഹൈഡ്രജൻ വാതകം പുറത്തു വരികയും ചെയ്യും. ഇത് സമീപത്തെ അന്തരീക്ഷവുമായി ഇടകലരുകയും വളരെ പെട്ടെന്ന് സ്വയം കത്തിജ്വലിക്കുകയും ചെയ്യും. ഇതോടെ ഒരു അഗ്നിഗോളം സൃഷ്ടിക്കപ്പെട്ടു. ഇതിലൂടെ പുറത്തു വന്ന താപം കൂടുതൽ മാഗ്നീഷ്യം ഹൈഡ്രേറ്റിനെ വിഘടിപ്പിക്കുകയും ചെയിൻ റിയാക്ഷൻ പോലെ പുറത്തുവരുന്ന താപത്തിന്റെ അളവ് വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഇത് തുടർന്നുകൊണ്ടേയിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. ബോംബ് സ്ഫോടനത്തിലൂടെ പുറത്തുവരുന്ന അതിഭീമമായ താപത്തിൽ അലൂമിനിയം പോലുള്ള ലോഹങ്ങളൊക്കെ ഉരുകിയൊലിക്കുമെന്ന് പറഞ്ഞല്ലോ. ചുറ്റുപാടുമുള്ള സ്ഥലങ്ങളെല്ലാം നിമിഷ നേരം കൊണ്ട് കത്തിയെരിയും. 2 കിലോ ഭാരം വരുന്ന ബോംബാണ് ഇപ്പോൾ ഗവേഷകർ വികസിപ്പിച്ചെടുത്തിട്ടുള്ളത്. പരീക്ഷണത്തിൽ നിയന്ത്രിത സ്ഫോടനമാണ് ഗവേഷകർ നടത്തിയതും. എന്നിട്ടും ലോകത്തെ മുഴുവൻ മുൾമുനയിൽ നിർത്താൻ ഈ പരീക്ഷണം കൊണ്ട് ചൈനയ്ക്കായി എന്നതാണ് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം. ഈ ബോംബ് യുദ്ധഭൂമിയിൽ പ്രയോഗിക്കപ്പെട്ടാൽ സെക്കൻഡുകൾ കൊണ്ട് വലിയ താപം പുറത്തുവിട്ട് വൻ നഷ്ടമുണ്ടാക്കും. അത് സഹിക്കാൻ മനുഷ്യർക്ക് സാധിക്കില്ല. തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങൾ നശിപ്പിക്കാൻ വളരെ കുറഞ്ഞ അളവിലുള്ള മാഗ്നീഷ്യം ഹൈഡ്രേറ്റിന് സാധിക്കും. ഒരു ഇന്ധന ഡിപ്പോ തകർക്കാൻ വെറും ഗ്രാമുകൾ മാത്രം ഭാരം വരുന്ന ബോംബ് തന്നെ മതിയാകും. ശത്രു സൈന്യത്തിന്റെ മുന്നേറ്റം തടയാൻ പ്രയോഗിച്ചാൽ നിമിഷങ്ങൾക്കകം വെന്ത് വെണ്ണീറാവുകയും ചെയ്യും. ശത്രുക്കളുടെ കമ്മ്യൂണിക്കേഷൻ കേന്ദ്രങ്ങൾ, പ്രധാന കേന്ദ്രങ്ങളിലേക്കുള്ള റോഡുകൾ, ഊർജ്ജ കേന്ദ്രങ്ങൾ എന്നിവ വളരെ കുറഞ്ഞ അളവ് ഉപയോഗിച്ച് നശിപ്പിക്കാനും ഇതുവഴി സാധിക്കും. അല്പം കൂടുതൽ ഉപയോഗിച്ചാൽ ഒരു പ്രദേശത്തെ നിമിഷ നേരം കൊണ്ട് അഗ്നിഗോളമാക്കി തീർക്കാൻ ഇതിന് സാധിക്കും. യുദ്ധത്തിൽ ഉപയോഗിക്കാനുള്ള ആയുധങ്ങളുടെ കാര്യത്തിൽ ചൈന കൂടുതൽ ഗവേഷണങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മാഗ്നീഷ്യം ഹൈഡ്രേറ്റിന്റെ വ്യാപകമായ ഉൽപ്പാദനം ഈ വർഷം ആദ്യമായിട്ടാണ് ചൈനയിൽ ആരംഭിക്കുന്നത്. വർഷം 150 ടൺ ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷി ഇപ്പോൾ ചൈനയ്ക്കുണ്ട്. സാധാരണ അന്തരീക്ഷത്തിൽ സൂക്ഷിക്കാനോ നിർമ്മിക്കാനോ സാധിക്കാത്ത രാസവസ്തുവാണ് ഈ മാഗ്നീഷ്യം ഹൈഡ്രേറ്റ്. ലബോറട്ടറിയിൽ നിയന്ത്രിത സാഹചര്യത്തിൽ ഒരു ദിവസം വളരെ കുറച്ച് ഗ്രാം അളവിൽ മാത്രമേ ഇവയെ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. ആണവായുധമല്ലാത്ത അതീവ വിനാശകാരിയായ ആയുധമാണ് ചൈന വികസിപ്പിച്ചിരിക്കുന്നത്. നിലവിൽ ലോകത്ത് ഒരു രാജ്യത്തിനും ഇത്തരമൊരു ആയുധമില്ല എന്നതുകൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. പ്ലൂട്ടോണിയം, യുറേനിയം തുടങ്ങിയ ആണവ വസ്തുക്കളുടെ ഗണ്യമായ ശേഖരം കൂടുതലുള്ള രാജ്യം തന്നെയാണ് ചൈന. കൂടാതെ അവരുടെ കൈവശം ആണവായുധങ്ങളുമുണ്ട്. ആണവശക്തിയെക്കുറിച്ച് നല്ല ധാരണയുണ്ടായിരുന്നിട്ടും ഇത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിപ്പെടാനുണ്ടായ കാരണം എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? എന്നിരുന്നാലും ആഗോള ശക്തി പ്രകടിപ്പിക്കാൻ ഇത് ഉപയോഗിക്കരുത് എന്ന് അവർ തീരുമാനിക്കുകയായിരുന്നു. പകരം ലോകത്തെ വിറപ്പിക്കാൻ ചൈന ആണവ ഇതര തന്ത്രങ്ങളെ എന്തിന് പ്രയോജനപ്പെടുത്തിയെന്നാണ് ഇനി പറയുന്നത്. ചൈന ഒരു ആണവായുധ രാജ്യമാണെങ്കിലും ആണവ പരീക്ഷണം നിരോധിക്കുന്ന സമഗ്ര ആണവ പരീക്ഷണ നിരോധന ഉടമ്പടി, അതായത് CTBT പിന്തുടരുന്ന രാഷ്ട്രം കൂടിയാണ്. ആണവ ബോംബുകൾ പരസ്യമായി പരീക്ഷിക്കുന്നത് അന്താരാഷ്ട്ര നിയമത്തിന് വിരുദ്ധമാണ്. മാത്രവുമല്ല, ഇങ്ങനെ ഒരു പരീക്ഷണം, അതായത് ആണവ പരീക്ഷണം ചൈനയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയാണെങ്കിൽ ലോകരാജ്യങ്ങളെ ഒക്കെ തന്നെ ചൈനയ്ക്കെതിരെ തിരിക്കാൻ അമേരിക്കയ്ക്ക് ഇവിടെ കഴിയും. തിരിഞ്ഞില്ലെങ്കിലും ചൈനയ്ക്കെതിരെ വലിയ ആരോപണവുമായി അമേരിക്ക രംഗത്തിറങ്ങും എന്ന കാര്യം ഉറപ്പാണ്. ചൈന തങ്ങളുടെ ആണവായുധങ്ങളെ പ്രധാനമായും ഒരു പ്രതിരോധം എന്ന നിലയിലാണ് കാണുന്നത്. ആക്രമണങ്ങൾ തടയുന്നതിനുള്ള അവസാന ആശ്രയമായ ഒരു ഉപകരണം, അല്ലാതെ യാദൃശ്ചികമായി ഉപയോഗിക്കാനോ പരീക്ഷിക്കാനോ ഉള്ള ഒന്നല്ല ഇത്. മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള ആണവ ഭീഷണികളെ തടയുക എന്നതാണ് അവരുടെ പ്രധാന ലക്ഷ്യം പോലും. ചൈന ആണവ ഇതര ആയുധങ്ങളിൽ ഹൈപ്പർസോണിക് മിസൈലുകൾ, സൈബർ ആയുധങ്ങൾ, ബഹിരാകാശ സാങ്കേതിക വിദ്യ എന്നിവ പോലുള്ള ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന രാഷ്ട്രമാണ്. കാരണം അവ ഇന്ന് നടക്കുന്ന ലോക സംഘർഷങ്ങളിൽ കൂടുതൽ ഉപയോഗപ്രദമാണ് എന്ന കാര്യം ചൈനയ്ക്ക് വ്യക്തവുമാണ്. ആണവായുധങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ആഗോള പ്രതിസന്ധി സൃഷ്ടിക്കാതെ തന്നെ ഈ ആയുധങ്ങൾ ഉപയോഗിക്കാൻ കഴിയും.
ആണവായുധം പരീക്ഷിക്കുന്നത് ചൈനയുടെ പ്രതിച്ഛായയ്ക്കും മറ്റ് രാജ്യങ്ങളുമായുള്ള ബന്ധത്തിനും കോട്ടം വരുത്തും. ഇതര ആയുധങ്ങൾ ആഗോള ഭീഷണിയായി മാറാതെ ചൈനയ്ക്ക് അതിന്റെ ശക്തി പ്രകടിപ്പിക്കാൻ അനുവാദം നൽകുകയും ചെയ്യുന്നു. ഇന്നത്തെ ശക്തി ന്യൂക്ലിയർ ബോംബുകളിൽ നിന്ന് മാത്രമല്ല വരുന്നത്. അത് സാങ്കേതികവിദ്യ, സമ്പദ് വ്യവസ്ഥ, കൃത്യതയുള്ള ആയുധങ്ങൾ എന്നിവയിൽ നിന്നാണ്. പഴയ രീതിയിലുള്ള ആണവ ശക്തിയെ ആശ്രയിക്കുന്നതിന് പകരം ഈ മേഖലകളിൽ നേതൃത്വം നൽകാൻ ചൈന ആഗ്രഹിക്കുന്നു. ഈ അടുത്ത കാലത്തായി ലോകം വലിയ രീതിയിൽ ചർച്ച ചെയ്ത വിഷയങ്ങളിൽ ഒന്നായിരുന്നു ട്രംപിന്റെ താരിഫ് നയം. ചൈനയുമായി നിലവിൽ വ്യാപാര കരാറിൽ ഏർപ്പെട്ടിരിക്കുന്ന യുഎസിനെ സംബന്ധിച്ച് ചൈനയെ കുത്താൻ കിട്ടുന്ന ഒരു അവസരവും അവർ പാഴാക്കില്ല. ഈ ഒരു ഘട്ടത്തിലാണ് ചൈനയുടെ ശക്തി രാക്ഷസനെ ചൈന പുറത്തെത്തിക്കുന്നത്. ന്യൂക്ലിയർ പരീക്ഷണം നടത്തുമ്പോൾ അമേരിക്കയുടെ നേതൃത്വത്തിൽ ഉണ്ടായേക്കാവുന്ന എല്ലാ സങ്കീർണതകളെയും കാറ്റിൽ പറത്താൻ ഇതിലൂടെ ചൈനയ്ക്ക് അനായാസം സാധിച്ചു. ഒരു മത്സരത്തിന്റെ സ്കോർ ബോർഡ് പോലെ രസകരവും വിചിത്രവുമായിരുന്നു അമേരിക്കയും ചൈനയും പരസ്പരം ഏർപ്പെടുത്തിയ താരിഫ് നിരക്കുകൾ എന്ന കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. തുടക്കത്തിൽ ഇറക്കുമതി തീരുവ നയം ട്രംപ് പ്രഖ്യാപിക്കുമ്പോൾ ചൈനയ്ക്ക് 34% തീരുവയിട്ടത്. ഇത് പിന്നീട് 54% ഉയർത്തി. ഇതിന് മറുപടിയായി ചൈന യുഎസ് ഉൽപ്പന്നങ്ങൾക്ക് 34% തീരുവയും ചുമത്തി. ഇതിൽ നിയന്ത്രണം വിട്ട ട്രംപ് പിറ്റേ ദിവസം 50% കൂടി കൂട്ടി. ഇതോടെ ചൈന യുഎസിന് നൽകേണ്ട ആകെ ഇറക്കുമതി തീരുവ 104% മാറി. ബെയ്ജിങ്ങും വെറുതെ ഇരുന്നില്ല. അമേരിക്കയ്ക്ക് 84% തീരുവ അവരും പ്രഖ്യാപിച്ചു. ട്രംപിനെ അങ്ങനെയൊക്കെ തോൽപ്പിക്കാനാകുമോ? മണിക്കൂറുകൾക്കകം ചൈനയ്ക്കുള്ള തീരുവ 125%, പിന്നീട് 145% ഉയർത്തുകയായിരുന്നു ട്രംപ്. ഇതോടെ ചൈനയും 145% എത്തിച്ചു. പിന്നീട് അത് 245% മുകളിലേക്ക് വരെ എത്തി. ചൈന പല അമേരിക്കൻ കമ്പനികൾക്കും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ചൈനീസ് വ്യോമയാന കമ്പനികളോട് ബോയിങ്ങിൽ നിന്ന് വിമാനങ്ങൾ വാങ്ങുന്നത് നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തതോടെയാണ് 245% കേട്ടുകേൾവിയില്ലാത്ത ഇറക്കുമതി ചുങ്കം ട്രംപ് ചൈനയ്ക്ക് മേൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ട്രംപിന്റെ താരിഫ് യുദ്ധ നീക്കങ്ങളോട് കരുതലോടെയാണ് മറ്റ് ലോകരാജ്യങ്ങളൊക്കെ പ്രതികരിച്ചത് എന്നത് ശ്രദ്ധേയമാണ്. ട്രംപിനെ കൂടുതൽ പ്രകോപിപ്പിക്കാതിരിക്കാൻ അവർ ശ്രദ്ധ പുലർത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ തീർത്തും വ്യത്യസ്തമായ നിലപാടാണ് ഇവിടെ ചൈന സ്വീകരിച്ചത്. പലപ്പോഴും ട്രംപിന്റെ അതേ നാണയത്തിൽ ബീജിംഗ് തിരിച്ചടിച്ചു. ഭീഷണിപ്പെടുത്തിയും നിർബന്ധിച്ചുമല്ല വ്യാപാര കരാറുകൾ ഉണ്ടാക്കേണ്ടത് എന്ന് പ്രഖ്യാപിച്ച ചൈന ട്രംപിന്റെ വ്യാപാര യുദ്ധ നീക്കങ്ങളെ പരിഹസിക്കുന്ന പ്രസ്താവനകളും ഇറക്കി. ഇപ്പോൾ 245% തീരുവ പ്രഖ്യാപനം വന്നതോടെ ഇനി ചൈന എന്താണ് ചെയ്യുക എന്ന് ഉറ്റുനോക്കുകയാണ് ലോകം. അവസാനം ബീജിംഗിൽ നിന്ന് വന്ന പ്രസ്താവനകൾ വിലയിരുത്തുമ്പോൾ ഈ യുദ്ധത്തിൽ മുട്ടുമടക്കാനുള്ള യാതൊരു ഉദ്ദേശവും ചൈനയ്ക്കില്ലെന്ന കാര്യം നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം. ഇതാദ്യമായിട്ടല്ല ചൈനയും അമേരിക്കയും തമ്മിൽ വ്യാപാര യുദ്ധം നടക്കുന്നത്. ട്രംപ് ആദ്യമായി അധികാരത്തിലെത്തിയപ്പോഴും ഇത്ര ഭീകരമായിരുന്നില്ലെങ്കിലും ചൈനയും അമേരിക്കയും താരിഫിന്റെ പേരിൽ കലഹിച്ചിട്ടുണ്ടായിരുന്നു. 2018 തുടങ്ങിയ അന്നത്തെ വ്യാപാര യുദ്ധം 2020 അവസാനത്തോടെ ഏതാണ്ട് അവസാനിക്കുകയായിരുന്നു. അന്ന് ഒത്തുതീർപ്പ് ചർച്ചകൾക്ക് ചൈനയും താല്പര്യം കാണിച്ചതോടെയാണ് വ്യാപാര കരാറിലേക്ക് കാര്യങ്ങൾ നീങ്ങി തുടങ്ങിയത്. എന്നാൽ ഇപ്പോൾ സ്ഥിതി അങ്ങനെയല്ല. യാതൊരു തരത്തിലുള്ള ഒത്തുതീർപ്പുകൾക്കും തയ്യാറല്ലെന്ന സൂചനയാണ് ചൈന ലോകത്തോട് നൽകുന്നത്. ട്രംപ് തുടങ്ങിവെച്ച വ്യാപാര യുദ്ധം സ്വാഭാവികമായും ചൈനയെയും ബാധിക്കുമെന്നത് യാഥാർത്ഥ്യമാണ്. എന്നാൽ അത് തടയാനായി തങ്ങളുടെ കയ്യിലുള്ള എല്ലാ ആയുധങ്ങളും ഇറക്കി ചൈന പ്രതിരോധിക്കുക തന്നെ ചെയ്യും. അത് അതിജീവിക്കാൻ അമേരിക്കയ്ക്ക് സാധിക്കുമോ എന്നതാണ് ഇവിടുത്തെ പ്രധാന ചോദ്യം. എന്തായാലും ഇത്തരമൊരു രാക്ഷസനെ പുറത്തുവിട്ട് വ്യാപാര യുദ്ധ കാലഘട്ടത്തിൽ അമേരിക്കയെ ഞെട്ടിക്കുക തന്നെയാണ് ചൈന എന്ന് പറയാതെ വയ്യ. അപ്പോൾ ഈ വിഷയത്തിലെ നിങ്ങളുടെ അഭിപ്രായം എന്തു തന്നെയായാലും കമന്റ് ചെയ്യുക. ഒപ്പം ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താൻ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കണമല്ലോ.